السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى درسنا الجديد من دروس اللغة العربية لغير الناطقين بها. وقد أكملنا الدرس الثالث عشر، وما زلنا نقرأ التمارين من الجزء الأول من دروس اللغة العربية لغير الناطقين بها. دروس മദീന പാഠപദ്ധതി അറബി പാഠ പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം 13 പാഠങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇതിലെന്തെങ്കിലും കഴിഞ്ഞ പാഠങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലേ ചോദിക്കണം, അല്ലെങ്കിൽ പിന്നീട് ക്ലാസിന്റെ അവസാനമായിരിക്കും സംശയം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുക. പതിമൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? അൽ ജംഅ്, ബഹുവചനം. അപ്പോ ബഹുവചനത്തിന്റെ ഏകവചനം ബഹുവചനത്തിന്റെ ഒരു ഉദാഹരണം പറയും. ഹാദാ മുസ്ലിമുൻ ബഹുവചനാക്കി പറയുമ്പോൾ എന്താവും? ഹാദാ മുസ്ലിമുൻ ബഹുവചനാകുമ്പോ എന്താവും? മുസ്ലിമത്തിനാകും. മുസ്ലിമൂന. നിങ്ങൾക്ക് എങ്ങനെയാണ് മുസ്ലിമത്തിന് വാക്ക് കിട്ടിയത്? സോ മുസ്ലിമത്തിന് എന്താണ് യഥാർത്ഥത്തില്? സോറി, അത് സ്ത്രീലിംഗപദം. ടപ്പ് 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 എന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങളെ മെമ്മറി വർക്ക് ചെയ്യില്ല. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ശരിയാക്കാൻ കൊണ്ടുപോയപ്പോൾ ഈ കമ്പ്യൂട്ടർ വല്ലപ്പോഴും ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോകും. കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ വെച്ചിരുന്നാലും ചീത്തയാകും. അങ്ങനെ മെമ്മറി ഉള്ളതാണ്. മെമ്മറി ഞാൻ കുറെ സേവ് ചെയ്ത് വെച്ചിരുന്നു. ആ സേവ് ചെയ്ത് വെച്ചതിന് ഇപ്പൊ ഒരു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, റീട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല. മെക്കാനിക്കലെടുത്ത് കൊടുത്തപ്പോൾ പറയണ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നില്ല. എന്താ കാര്യം? നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതിരുന്നപ്പോഴത്തേക്ക് അതിനോട് പവർ കയറുന്നില്ല, പിന്നെ എന്ത് ചെയ്യുന്നു, അത് വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ സ്പീഡിന് വർക്ക് ചെയ്താല് മെമ്മറി വർക്ക് ചെയ്യും. സ്പീഡ് റീഡിംഗ് എന്ന് കേട്ടുള്ളതാണ്. സ്പീഡ് റീഡിംഗ് ഡി ബോണോയുടെ ഡോക്യുമെന്റ് ഉണ്ടാവും. ഡി ബോണോ സ്പീഡ് റീഡിംഗ് എന്ന് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ ആവശ്യത്തില്ലാത്ത എല്ലാത്തിനും സെർച്ച് ചെയ്യും, പക്ഷെ ആവശ്യമുള്ളതിൽ മാത്രം സെർച്ച് ചെയ്യും. സ്പീഡ് റീഡിംഗ്. അപ്പൊ അതിലെന്ത് ചെയ്യുന്നു? അദ്ദേഹം പറയുന്നത് സ്ലോയിൽ പറയരുത്, വേഗത്തിൽ വേണം റീഡ് ചെയ്യാൻ. സ്ലോയിൽ റീഡ് ചെയ്താല് നമ്മുടെ ഇടയ്ക്ക് മെമ്മറിയുടെ ഇടയ്ക്ക് ക്ലസ്റ്റർ ഉണ്ട്. എപ്പോഴും പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴും സാവധാനമല്ല വായിക്കേണ്ടത്, വേഗത്തിലാണ് വായിച്ചു പഠിക്കേണ്ടത്. സാവധാനം വായിച്ചു പഠിച്ചാൽ എന്താവും? ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ കമ്പ്യൂട്ടർ അറിയുന്നവരാണെങ്കിൽ പറയാൻ പറ്റും, ക്ലസ്റ്റർ ഉണ്ടാവും ഇടയ്ക്ക്. ക്ലസ്റ്റർ ബേസ്ഡ് സേവിംഗ് എന്നാ പറയാം. അപ്പൊ ആ രണ്ട് ക്ലസ്റ്ററുകൾക്കിടയിൽ ബ്രേക്ക് ഉണ്ടായാൽ കണക്ഷൻ കിട്ടൂല, ഫ്ലുവൻസി കിട്ടൂല. ഞാൻ അവിടെ പോകുകയാണ്, മെമ്മറിയിൽ അത് സേവ് ചെയ്യൂല. നിങ്ങൾ പോവുക 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 പോവുക, ഞാൻ 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 ഇതൊക്കെ പഠിക്കും, പക്ഷെ
അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സേവ് ചെയ്യില്ല, പ്രോപ്പറായിട്ട് റീട്രൈവ് ചെയ്യാനും പറ്റും, തിരിച്ചെടുക്കാൻ പറ്റില്ല. മെമ്മറി നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സേവിങ് അല്ല, മെമ്മറിയിലെല്ലാം വേറെ തരത്തിലുള്ള സേവിങ്. ശരി, ഇപ്പൊ എവിടെ നമ്മൾ നിർത്തിയത്? അയിന വഖഫ്ന സഫ്ഹ റഖം, പേജ് നമ്പർ വേഗം പറയും. പേജ് നമ്പർ ഇനി 71. 70 ലാസ്റ്റില് പറയാനുണ്ട്. 70 ലാസ്റ്റില് പറയാനുണ്ട്. ആ പേജ് 70 അവസാനം പറയാനുണ്ട്. സബഈൻ സഫ്ഹ റഖം സബഈൻ, 70. حول المفردة المفردات المكتوبة باللون الأحمر إلى جموع كما هو موضح في المثال. ഞാനിത് കറക്റ്റായിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും, നിങ്ങൾ ആരും അതിന്റെ അർത്ഥം എഴുതിയെടുക്കേണ്ടതില്ല. കുറെ നാൾ വായിച്ച് വരുമ്പോഴത്തേക്ക് അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. التمرين الثاني exercise number 2 أو second حول convert or change المفردات. മുഫ്രദ് മീൻസ് പദങ്ങൾ കേട്ടോ. മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പദങ്ങൾ എന്ന അർത്ഥമേ ഉള്ളൂ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏകവചനം എന്നാണ്, ഇവിടെ മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ പദങ്ങൾ. അൽ മക്തൂബത്ത് റിട്ടൺ എഴുതപ്പെട്ട, ബിൽ ലൗനി കളറിൽ, അൽ അഹ്മർ റെഡ്, ഇലാ ജുമൂഇൻ ബഹുവചനത്തിലേക്ക്. അപ്പോ ചുവപ്പ് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന പദങ്ങൾ ബഹുവചനത്തിലേക്ക് മാറ്റുക. കമാ ഹുവ ആസ് ഇറ്റ് ഈസ്, കമാ എന്ന് പറഞ്ഞാൽ ആസ് പോലെ, ഹുവ അത് മുവദ്ദഹുൻ എക്സ്പ്ലെയിൻഡ് വ്യക്തമാക്കപ്പെട്ടു, ഫിൽ മിസാൽ ഇൻ ദ എക്സാമ്പിൾ ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ ചുവപ്പ് പദങ്ങൾ ബഹുവചനത്തിലേക്ക് മാറ്റുക. ഇവിടെ അർറജുലു എന്നതാണ് ഒന്നാമത്തെ ചുവപ്പ് അക്ഷരം, രണ്ടാമത്തെ ഹാജ്. അപ്പൊ റജുലിന് എന്ത് ചെയ്തിട്ടുണ്ട്? റിജാലിനാക്കിയിട്ടുണ്ട്, ഹാജിനെ ഹുജ്ജാജ് ആക്കിയിട്ടുണ്ട്. ഹാജിന്റെ ബഹുവചനമാണ് എന്ത്? ഹുജ്ജാജ്, തീർത്ഥാടകർ. അപ്പൊ ഇവിടെ റജുലിനെ മാറ്റുമ്പോ സ്വാഭാവികമായിട്ടും പിന്നെ എന്തിനെ മാറ്റണം എന്നുകൂടെ നോക്കിയിട്ടാണ് മാറ്റേണ്ടത്. റജുലിനെ റിജാലാക്കുമ്പോൾ മൻ ഹാദർ റജുലു എന്നുള്ളത് മൻ ഉലാഇ റിജാലു എന്നായി. ഹുവ ഹാജുൻ എന്നത് ഹുജ്ജാജ് ആക്കുമ്പോൾ ഹും ഹുജ്ജാജ് എന്ന്. ഓക്കെ, ആരൊക്കെയാണ് ലേറ്റായി വന്നത്? ലേറ്റായി വന്നവരൊക്കെ കാരണം അറിയിക്കണം, എന്താ ലേറ്റ് ആകുന്നത്. പള്ളി ഇപ്പൊ മഗ്‌രിബ് വേണ്ടി പോയതാ. ഓ, നിങ്ങൾ എവിടെയാണ്? കുവൈത്ത്. മദീനത്തിന് കുവൈത്ത്. أنت في الكويت؟ طيب لا بأس. أبو من أين هذا الطالب؟ من أين هذا الطالب؟ طالبنا بهوجنا ما كي عندهم هو من الهند. طلاب. ചേർത്തോളെ. من أين هؤلاء الطلاب؟ هم അവസാനത്തെ അടയാളം കേൾക്കട്ടെ സുഹൃത്തെ. من أين هؤلاء الطلاب? പിന്നെ അതിന്റെ ബാക്കി ഉത്തരം هم من الهند. ഹും മിനൽ ഹിന്ദി, അവർ ഇന്ത്യക്കാരാണ്, ഇന്ത്യ എന്നുള്ളവരാണ്. അടുത്തയാള് അയിന താജിറുൽ കബീറു, അടുത്തയാള് പറയും. അറിയില്ലേ? أين التجار؟ أين التاجر الكبير؟ ഉത്തരം പറഞ്ഞാൽ മതി. ഉത്തരം പറഞ്ഞാൽ മതി. أين التاجر الكبير؟ താജിറിനെ ബഹുവചനാക്കുക. تجار. تجار. അയിന തുജാറു. في السوق تجار. കബീറിന്റെ ബഹുവചനം പറയണം. تجار الكبير. ഒരാള് പറഞ്ഞാൽ വേറെ ആരും ഓർഡർ ചെയ്ത് ഞാൻ പറയുന്നത് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കരുത്. താജിറിനെ വായിച്ചാരാ? ഞാൻ. അക്ബർ പറയും. തുജാറാക്കിയപ്പോ എന്തായി? അടുത്തത് എന്തൊക്കെ മാറ്റം വേണം? تجار. അതിനെ തുജാറുൽ കിബാറു.
كبار അടുത്തത് ബാക്കി. هو في السوق ഹും ഫിസ്സൂഖി, ഹും ഫിസ്സൂഖി. നിങ്ങൾ ഇത് വായിക്കല്ല വേണ്ടത്, ഉത്തരമാണ് പറയേണ്ടത് കേട്ടോ. هم അടുത്ത ആള്. في السوق ഫി അല്ലല്ല, ഫിസ്സൂഖി. في السوق നമ്മൾ ആദ്യം മുതലുള്ള പാഠം നന്നായിട്ട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫീ അറിഞ്ഞിട്ട് ആൾ വരുന്നതൊക്കെ നമ്മൾ ശംസി അക്ഷരങ്ങള് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നീട് നമ്മൾ വീണ്ടും വായിച്ചാൽ ഇത് ഇപ്പൊ നമുക്ക് അത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് പറയാനുള്ള ഹുവയ്ക്ക് പകരം ഹും ചേർക്കണം, ഇതേ പറയാൻ പറ്റും. ജലാസ. അടുത്ത ആള്. هم വായിക്കും അടുത്ത ആള്. عند المدير أين المدرس هم മുദീർ എവിടെ? مدير ഓക്കെ, മൂന്നാമത്തെ ആദ്യം ഒരു ഉത്തരം പറയും. أين المدرسون വായിക്കൂ. ഇത് ശരിക്കും നമ്മൾ എക്സസൈസ് ഗ്രൂപ്പിൽ ഇടേണ്ടതാ. അടുത്ത പ്രാവശ്യം നിങ്ങൾ വായിക്കുന്നില്ല എന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് പോകും. أين المدرسون مدرسون الجديد هم عند ജദീദിനെ ബഹുവചനമാക്കണം. جدود അൽ ജുദുദു, ഐനൽ മുദർരിസൂനൽ ജുദുദു. أين المدرسون الجدد ഓക്കെ, അടുത്ത അതിന്റെ ബാക്കി. أين الطلاب الجديد മിണ്ടരുത്. വായിച്ച ആളോടെ പോയി ബാക്കി വായിക്കേ. വായിക്കട്ടെ. എന്നാ വായിക്കും, ആദ്യം പോലെ വായിക്കും. أين الطلاب الجديد ജദീദിനെ ബഹുവചനമാക്കണം. جدود أين الطلاب الجدد. الجدود جدد അൽ ജുദുദു. الجدد أين الطلاب الجدد യെസ്. أهم في الفصل ആ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് അഹും ഫിൽ ഫുസൂലി എന്ന് പറയാം, അല്ലെങ്കിൽ ഫിൽ ഫസിൽ എന്ന് ഫുസൂലി. പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഈ തുല്ലാബുൽ ജുദുദ് എല്ലാവരും ഒരു ക്ലാസ്സിലാണെങ്കിൽ അഹും ഫിൽ ഫസിൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവർ വ്യത്യസ്ത ക്ലാസ്സിലാണെങ്കിൽ അഹും ഫിൽ ഫുസൂലി, അവർ ക്ലാസ്സുകളിലാണോ എന്നും ചോദിക്കാം. എനിവേ കുഴപ്പമില്ല. അൽ ഖംസ ഒരാൾ വായിക്കൂ. هذا طلاب أني لا هم فقير തുല്ലാബുൻ ഖനീജിന്റെ ബഹുവചനം വേണം. أغنياء അഹാദ തുല്ലാബു അഗ്നിയാഉ لا ലാ هم فقير ഹും فقير ഫക്കീറിന്റെ ബഹുവചനം വേണം. فقراء فقراء അറിഞ്ഞെടുക്കല്ലേ فقراء അവസാനത്തെ അടയാളം. فقراء فقراء ഹും ഫുഖറാഉ. هم فقراء ഓക്കെ, അടുത്ത ആള്. من هؤلاء الرجال هم ضيوف من هؤلاء الرجال هم ضيوف. ضيوف نعم الله يسلمك هم ضيوف. الله يسلمك هم ضيوف. വേറെ ആരാ തെറ്റ് പറയുന്നത്? നിങ്ങള് നിർബന്ധമായും ഹെഡ്സെറ്റ് ഉപയോഗിക്കണം. ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ നിർദ്ദേശം വരുന്നില്ലേ ക്ലാസ്സിന്റെ റിമൈൻഡർ വരുമ്പോ? ലുയൂഫിന്റെ അർത്ഥം മറന്നില്ല. എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മറന്നുപോയി. ലൈഫുൻ ഗസ്റ്റ്, ലുയൂഫുൻ ഗസ്റ്റുകൾ. ഓക്കെ, അപ്പൊ നിബന്ധനകളോട് അയച്ചു തരാൻ പറയാം. നിങ്ങൾക്ക് നിബന്ധനകൾ വന്നിട്ടില്ല. ഇനി പറയാൻ നിബന്ധന, നമ്മളെ എപ്പോഴും ഹെഡ്സെറ്റ്, മൈക്രോഫോൺ ഉള്ള ഹെഡ്സെറ്റ് ഉപയോഗിക്കണം. അപ്പോഴേ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അതേപോലെ ഞാൻ പറയുന്നത് നിങ്ങൾക്കും കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ബബ്ബപ്പ എന്ന് പറയും, ഞാൻ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ അങ്ങനെ കണ്ടുപോകും. എന്താ പറയാ, കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ ഇരിക്കും. അടുത്തയാൾ വായിക്കൂ. ലി ഇഖ്വത്തുൻ കബീറുൻ. കബീറിന്റെ ബഹുവചനം വേണം. കിബാറുൻ. ലി ഇഖ്വത്തുൻ കിബാർ. തയ്യിബ്. അതിന്റെ ഉത്തരം ബാക്കി അതിന്റെ കൂടെ ഉള്ളത്. ഹും ഹുമുത്താലിബു
അത്താലിബ് വരാൻ പറഞ്ഞില്ലല്ലോ. ഹും ആ ഹും ത്വാലിബു ഓ ബിൽ ഹും വരുമ്പോ എന്ത് ചെയ്യണം? ജാമിഅത്തി. താലിബിന് എന്ത് ചെയ്യണം? ഹും വരുമ്പോ താലിബിന് എന്ത് ചെയ്യണം? ബഹുവചനമാക്കണം. ആ ഹും ഹും തുല്ലാബു തുല്ലാബുൻ. ഹും തുല്ലാബുൻ ബിൽ ജാമിഅത്തി. ആ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഏകവചനവും ബഹുവചനവും ഇവിടെ എഴുതി തന്നിട്ടില്ലേ, ഇത് പല പ്രാവശ്യം വായിക്കണം. തുല്ലാബുൻ, തുജാറുൻ, ഹുജാജുൻ, റിജാലുൻ, കിബാറുൻ, സിഗാറുൻ, ഖിസാറുൻ, തിവാലുൻ, ഔലാദുൻ, അബ്നാഉൻ, അമാമുൻ, ശുയൂഖുൻ, ഇങ്ങനെ എഴുതി തന്നിട്ടില്ലേ, ഇത് വായിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹദാ ത്വാലിബുൻ, തുല്ലാബുൻ, താലിബുൻ, തുല്ലാബുൻ, താജിറുൻ, തുജാറുൻ, ഹാജുൻ, ഹുജാജുൻ, റജുലുൻ, റിജാലുൻ, കിബാർ, കബീറുൻ, കിബാർ. വെയിറ്റ് ഞാനിത് എനിക്ക് പറയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല. പിന്നെ മൈക്ക് ഓഫ് ചെയ്ത് പറഞ്ഞാൽ പോലെ ഇതിങ്ങനെ ഒക്കെ നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞാൽ, ഇടയ്ക്ക് ബ്രേക്ക് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചില്ല എന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാവില്ല. ഒന്നും ഒരു പ്രയോജനം ഉണ്ടാവും. എന്റെ ഫ്ലോ പോകും, നഷ്ടപ്പെടും. ഇതെന്ത് ചെയ്യണം? പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത് ഏകവചനവും ബഹുവചനവും വായിച്ചു പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്താവും? ഒഴുക്ക് കറക്റ്റ് കിട്ടും. അവസാനത്തെ അടയാളം നിർബന്ധമാണ്. അവസാനത്തെ അടയാളമാണ് നമ്മൾ പഠിക്കുന്നത്. അറബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവസാനത്തെ അടയാളം മാറി വരുന്നത്. മനസ്സിലായോ? അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടയാളം മാറി വരുന്നത്. അപ്പോ ഫുഖറാഉ അവിടെ ഒരു നമ്മേ ഉള്ളൂ. എങ്ങനെ അറിയാൻ പറ്റും? ലേൺ, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഫക്കീറൻ, ഫുഖറാഉ, ലൈഫൻ, ളുയൂഫൻ, ലൈഫൻ, ളുയൂഫൻ. അവിടെ നിന്നുണ്ട് തെന്മീനുണ്ട്. ഫക്കീറൻ, ഫുഖറാഉ. ഇതൊക്കെ ഇവിടെ പഠിച്ചത് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ പിന്നെ ആ ബേസ്മെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ താഴെ ബേസ്മെന്റ് ഉണ്ടാക്കിയപ്പോഴേ അവിടെ സിമെന്റ് ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്ന് പറഞ്ഞ് കര വീഴും. അതല്ല നിങ്ങൾ മണലിന്റെ പുറത്താണ് ബേസ്മെന്റ് കെട്ടിയതെങ്കിൽ കെട്ടി പോകുമ്പോഴത്തേക്ക് എന്താവും? ഒരു വരി 2 വരി കല്ല് കെട്ടുമ്പോൾ തന്നെ എന്തായാലും മറിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ബേസ്മെന്റ് ആണ്. ഇത് നിങ്ങൾ പല പ്രാവശ്യം വായിച്ച് പഠിച്ചേ പറ്റൂ. നോ അതർ എന്താ പറയാ, വേറെ ഒരു ഇതുമില്ല, വേറെ ഒരു റെമഡിയും ഇല്ല. നോ അതർ റെമഡീസ്. അപ്പൊ നമ്മൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണ്. പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത് എന്ത് ചെയ്യണം? എന്താണ് അതിന്റെ ഘടന? പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടത് എന്താണ്? നിർബന്ധമായി ഉണ്ടാകേണ്ടത് ലിസൺ മോർ, റീഡ് മോർ. റീഡ് മോർ, ലിസൺ മോർ. ഈ റീഡ് മോറും ലിസൺ മോറും ഇല്ലാതെ ഒരു പണി നടക്കില്ല. റൈറ്റ് മോർ ഉണ്ടെങ്കിൽ എന്താവും? കറക്റ്റായിട്ട് സ്പെല്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ കറക്റ്റായിട്ട് നിൽക്കും. ഓക്കെ, അടുത്തയാൾ വായിക്കൂ. 8 أين أصدقاؤك؟ ذهبوا إلى المكتبة. ذهبوا إلى المكتبة. طيب, ممتاز جدا. മുംതാസ് എന്ന് പറഞ്ഞാൽ വായിച്ചത് മുംതാസ് എന്നല്ല പറഞ്ഞത്. എക്സലന്റ്. 9 ഏതൊരു ക്ലാസ്സിൽ വായിച്ചത് മുംതാസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ മുംതാസ് അല്ല, ഫാത്തിമയാണ്. 9 അത്താശ ഒരാൾ വൈകി പേടിച്ചു എല്ലാരും. തെറ്റ് വായിച്ചാലേ ശരിയിലേക്ക് എത്താൻ പറ്റൂ. ഇന്ത്യാസിന്റെ അവിടെ എന്താ പ്രശ്നം? റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? ഇല്ല. പിന്നെന്താ നിങ്ങൾ വായിക്കുന്നത് കേൾക്കാത്തത്? ഉറക്കെ വായിക്കൂ. മുഹമ്മദൻ ലഹും ബുനിയാൻ സഗീർ. ലഹും അല്ല, ലഹു. ലഹു ബുനിയാൻ. ബുനിയാനല്ല, ഇബിനിന്റെ ബഹുവചനം അബ്നാഉൻ. അബ്നാഉ. അബ്നാഉ പറയുമ്പോഴത്തേക്ക് സഗീറിന്റെ ബഹുവചനം പറയാം. എക്സസൈസ് എഴുതിയില്ലേ? ലഹു അബ്നാഉൻ സിഗാറുൻ. പിന്നെ ഹും തുല്ലാബും ഫിൽ മദ്രസത്തി. ഹും തുല്ലാബുൻ ഫിൽ മദ്രസത്തി. ഓക്കെ, അഷറ. അസുംലാവുക്കും
അസുമലഉക കാ മാറ്റാൻ പറഞ്ഞില്ല. സുമല ജമീലാണ് മാറ്റാൻ പറഞ്ഞത്. ഓക്കെ. മുജ്തഹിദൂൻ നഅം. മുജ്തഹിദൂന അവസാനത്തെ അടയാളം പറയണമെന്ന് പറഞ്ഞത്. മുജ്തഹിദൂന. മുജ്തഹിദൂന ഹും നഅം ഹുവ മുജ്തഹിദൂന. നഅം ഹും മുജ്തഹിദൂന. ഹും യെസ്. هم مجتهدون. طيب الثالث التمرين الثالث. التمرين الثالث ألف الأسماء الآتية. അലിഫ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇലാഫത്ത് ചെയ്യുക. അൽ അസ്മാ അൽ ആതിയത ഫോളോയിങ് നൗൺസ് മറത്തൻ വൺസ് ഒരു പ്രാവശ്യം. ഇലസ്മിൻ ലാഹിരിൻ പ്രത്യക്ഷമായ നാമത്തിലേക്ക്. ഉദാഹരണം പറയാം അപ്പം മനസ്സിലാവും. പ്രത്യക്ഷമായ നാമത്തിലേക്ക്. വ ഉഖ്റ സെക്കൻഡ് ടൈം ഓർ അനദർ ടൈം. ഇലാ ലമീരിൻ പ്രോനൗണിലേക്ക് ഒരു പ്രാവശ്യം ഒരു പ്രത്യക്ഷമായ നാമത്തിൽ ഒരു ശരിയായ നാമത്തിലേക്ക് ചേർക്കുക. വ ഉഖ്റ മറ്റൊരു പ്രാവശ്യം ഇലാ ലമീരിൻ സർവനാമത്തിലേക്ക് ചേർക്കുക. കമാ ഹുവ മുവദ്ദഹൻ ഫിൽ മിസാൽ മുകളിൽ പറഞ്ഞതുപോലെ ആസ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ എക്സാമ്പിൾ. അബ്നാഉഹു അബ്നാഇനെ എന്ത് ചെയ്തു? ഹുവയിലേക്ക് ചേർത്തു. അബ്നാഉഹു അബ്നാഉഹു. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ അബ്നാഉ മുഹമ്മദിൻ. ഇതൊക്കെ നമ്മൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇതൊരു എക്സസൈസിലൂടെയാണ് പാഠം പഠിക്കുന്നത്. ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പുസ്തകം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഏത് പാഠം എടുത്താലും അതിന്റെ പ്രാക്ടീസ് ബുക്കിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ പ്രാക്ടീസ് ബുക്ക് ചില ബുക്ക് സ്റ്റാളൊക്കെ ചെന്ന് നോക്കിയാൽ ഓരോ വിഷയത്തിനെയും പ്രാക്ടീസ് ബുക്ക് സെപ്പറേറ്റ് ഉണ്ടാവും. ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെ പ്രാക്ടീസ് ബുക്കാണ്. അപ്പൊ മിസാൽ അബ്നാഉൻ അബ്നാഉ മുഹമ്മദിൻ അബ്നാഉഹു. അപ്പൊ ആദ്യം പറഞ്ഞെന്താ? ഇലസ്മിൻ ലാഹിരിൻ. ഇലസ്മിൻ ലാഹിരിൻ. ഇവിടെ പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഉദാഹരണം. ഇംഗ്ലീഷിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അബ്നാഉ മുഹമ്മദിൻ അബ്നാഉഹു. അപ്പോ അതേപോലെ ഇവിടെ മിസാൽ അബ്നാഉൻ അബ്നാഉ മുഹമ്മദിൻ അബ്നാഉഹു. അസ്മാഉൻ അസ്മാഉ തുല്ലാബി അസ്മാഉഹും. ഓക്കെ, മനസ്സിലായോ? അസ്മാഉൻ അസ്മാഇനെ തുല്ലാബിലേക്ക് ചേർക്കുമ്പോൾ എന്താവും? തുല്ലാബിന് കസ്ർ വരും. തുല്ലാബിന് കസ്ർ വരും. അതേപോലെ ഒന്നാമത്തേതിന്റെ തൻവീൻ കളയും. നമ്മൾ മുമ്പ് പഠിച്ചു ഇലാഫത്ത് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പഠിച്ചായിരുന്നു. ഒന്നാമത്തേന് ഇലാഫത്ത് ചെയ്യുമ്പോൾ ഒന്നാമത്തേന് തൻവീൻ പാടില്ല, രണ്ടാമത്തേന് കസ്ർ കൊടുക്കണം. അപ്പൊ അബ്നാഉൻ എന്നത് ചേർക്കുമ്പോൾ അബ്നാഉ മുഹമ്മദിൻ തൻവീൻ പോവും. അബ്നാഇന്റെ തൻവീൻ പോവും. അബ്നാഉ മുഹമ്മദിൻ. പിന്നെ ഇവിടെ മുഹമ്മദിൻ തൻവീൻ ഉണ്ടായിരുന്നുകൊണ്ട് ഒറിജിനൽ തൻവീൻ തന്നെ കൊടുക്കും. അബ്നാഉ മുഹമ്മദിൻ. പിന്നെ അബ്നാഉഹു അബ്നാഉ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മക്കൾ. അബ്നാഉഹു അദ്ദേഹത്തിന്റെ മക്കൾ. അസ്മാഉൻ വരുമ്പോ അസ്മാഉ തുല്ലാബി അസ്മാഉഹും. ഓക്കെ, അടുത്ത ആൾ വായിക്കൂ. സുമലാഉ ഹാമിദിൻ. പിന്നെ സുമലാഉക. അപ്പൊ സുമലാഉ ഹാമിദിൻ എന്ന് പറഞ്ഞാൽ ഹാമിദിന്റെ സുഹൃത്തുക്കൾ, അല്ല കൊളീഗ്സ്, ക്ലാസ്മേറ്റുകൾ. സുമലാഉക നിന്റെ ക്ലാസ്മേറ്റുകൾ. അടുത്തത് അടുത്ത ആൾ വായിക്കൂ. അസ്തിഖാഉൽ മുദർരിസി അസ്തിഖാഉഹു. طيب الرابع اقرأ المثال ثم حول الجمل الآتية مثله. اقرأ المثال read the example ഉദാഹരണം. read the example ثم حول then change or convert الجمل the sentences. جملة sentence جمل sentences الآتية following مثله as it is or same similarly. അതുപോലെ എന്ത് ചെയ്യുക? ഉദാഹരണം വായിച്ചിട്ട് ഉദാഹരണം പറഞ്ഞിരിക്കുന്ന പോലെ സുമ്മ ഹവീൽ ജുമലാത്തിയ തുറന്നു വരുന്ന വാക്യങ്ങൾ അതേ പ്രകാരം മാറ്റുക. മിസാൽ എക്സാമ്പിൾ അത്താലിബു ദഹബ ഇലൽ മത്അമി. അത്താലിബു ദഹബ ഇലൽ മത്അമി. അത്താലിബ് എന്ന് പറഞ്ഞത് സിംഗുലർ മസ്കുലിൻ ആണ്, പുല്ലിംഗ ഏകവചനം. അപ്പൊ പറഞ്ഞു ദഹബ
അവൻ പോയി. ഇലൽ മതാമി ക്യാൻറ്റീനിലേക്ക്. അത്തുല്ലാബു വന്നപ്പോ എന്തായി? അത്തുല്ലാബു ദഹബൂ ഇലൽ മതാമി. ആ സ്റ്റുഡൻസ് ആൺകുട്ടികൾ ദഹബൂ ഇലൽ മതാമി ക്യാൻറ്റീനിലേക്ക് പോയി. അപ്പോ ഒരാൾ വായിക്കൂ. അത്താലിബ് ജലസ ഫിൽ ഫസ്ലി. എന്താണ്? ജലസു ഫിൽ ഫസ്ലി. അസാനി അടുത്ത ആള്. المدرس خرج من المدرسة. المدرسون അൽ മുദർരിസു ഖറജൂ. ഇവിടെ ക്രിയ ആദ്യം ബന്ധിക്കുകയാണ് കേട്ടോ. ഉദാഹരണത്തിൽ നോക്കണം നിങ്ങൾ. ഉദാഹരണം അത്താലിബു ദഹബ ഇലൽ മത്അമി. അത്തുല്ലാബു ദഹബൂ ഇലൽ മത്അമി. അതേപോലെ ഇതിലെന്ത് പറഞ്ഞു? അൽ മുദർരിസൂന വരുമ്പോഴത്തേക്ക് എന്താവും? ഖറജൂ മിനൽ മദ്രസത്തി. എന്താ അർത്ഥം? മദ്രസയിൽ നിന്ന് മുദരിസുകൾ, ഉസ്താദന്മാര്. ഏത് മദ്രസയാണോ സമസ്തയുടെ മദ്രസയാണോ? സ്കൂളിൽ നിന്ന്. നിങ്ങൾ മദ്രസയ്ക്ക് സ്കൂൾ എന്ന് പറഞ്ഞു പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ലൈഫേ പോക്കാം. ഇപ്പൊ എന്താണ് ഇപ്പം നമ്മൾ വഖഫ് എന്ന് പറഞ്ഞ് ഭയങ്കര വഖഫ് ഉണ്ടാക്കിയ വഖഫ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ അവസാനം അതെല്ലാം അന്യാധീനപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ സ്കൂളിനെ കൂടെ മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പോയി, സ്കൂളും പോയി. الثالث التجار ذهبوا إلى السوق. തുജാർ ذهبوا إلى السوق. ഓക്കെ. എത്ര വക്തബ് ഒരാൾ വായിക്കൂ. അത്തുല്ലാബു മിനൽ ഫിൽ ഫസ്ലി. അടുത്ത ആള് രണ്ടാമത്തെ വായിക്കൂ. من هؤلاء الأولاد؟ طيب أهم أبناؤك؟ لا هم أبناء أخي. طيب അപ്പൊ നമ്മളെ ക്ലാസ്സിൽ من هؤلاء الناس؟ من هؤلاء الناس هم حجاج من تركيا. പറയൂ. അവസാനത്തെ അടയാളം പറയൂ. من هؤلاء الناس. അവസാനത്തെ അടയാളം കേൾക്കുന്നില്ല. ആരോ പ്രസംഗിച്ചതുപോലെ വരികയായി എന്നോ വരുന്നെന്നോ പോയി എന്നൊന്നും അവസാനം അറിയാൻ പറ്റില്ല. അങ്ങനത്തെ നമുക്ക് പറ്റൂല. അറബി എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടയാളം മാറി വരുന്നു. അപ്പൊ അത് കൃത്യമാകാതെ നിങ്ങൾ എങ്ങനെ അറിവ് പഠിക്കും? പറയൂ ഷറഫുദ്ദീൻ. من هؤلاء الناس هم حجاج من تركيا. എങ്ങനെ അറിയാം നാസുവാണെന്ന്? ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നു. ലമ്മ മാറാൻ എന്തെങ്കിലും കാരണം വേണം. ഇവിടെ കാരണമൊന്നുമില്ല. അമ്മ മാറേണ്ട കാര്യമൊന്നുമില്ല. എളുപ്പമായി. ഓക്കെ. അടുത്തത് هم حجاج من تركيا. من تركيا. ഹുജ്ജാജു എന്ന് ഒരു ലമ്മാക്കി എന്തിനാ? هم حجاج من تركيا. തുർക്കിയ. അപ്പൊ നമ്മൾ ഹാജുൻ ഹുജ്ജാജുൻ ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ ഹാജുൻ ഹുജ്ജാജുൻ ബഹുവചനം വരുമ്പോൾ തൻവീനാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഹുജ്ജാജുൻ. പിന്നെ എപ്പോഴാണ് തൻവീൻ പോകുന്നത്? എപ്പോഴാണ്? ഇളാഫത്ത് വരുമ്പോഴാണ് തൻവീൻ പോകുന്നത്. ഇവിടെ മീൻ വന്നത് കൊണ്ട് മിന്നിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ പറ്റില്ല. ഇളാഫത്ത് ചെയ്യണ എന്ത് വേണം? ഇടയ്ക്ക് സംസാരിക്കല്ലേ. ഇളാഫത്ത് ചെയ്യണ എന്ത് വേണം? അടുത്തത് ഒരു നാമമായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? ട്രിക്കാണ്. നിങ്ങൾ കറക്റ്റ് വ്യാകരണം പഠിപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോകും. അതുകൊണ്ട് വ്യാകരണം അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ യൂസ് ടു ആവുക. അതുമായിട്ട് യൂസ് ടു ആവണം. എന്ത് ചെയ്യണം? മന്നാണ് വന്നത്. അപ്പൊ ഹുജ്ജാജ് വന്നാൽ മന്നല്ല മിന്നാണ് വന്നത്. അപ്പൊ മിന്നിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇളാഫത്ത് ചെയ്യാൻ പറ്റില്ല. ഹും ഹുജ്ജാജുൻ മിൻ തുർക്കിയ. അറാബി സാജിദ വായിക്കും. സാജിദ أين التجار ذهبوا إلى السوق. أين التجار. നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് തെറ്റാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അയിന തുജാറു. കാരണം അൽ വന്നു കഴിഞ്ഞാൽ തൻവീൻ ഇല്ല.
ഓക്കെ, ബാക്കി ذهبوا إلى السوق. ذهبوا إلى السوق. طيب الخامس അടുത്ത ആള് من هؤلاء رجال അലി. هم هم ضيوف 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 ضيف ضيوف. هم ضيوف. طيب سادس അടുത്ത ആള് സാദിസ്. يدخلون في الحقول حقول وأبناؤهم في അക്ബർ അലി, അക്ബർ അഷ്റഫ്, കൃത്യമായിട്ട് വായിക്കൂ, സ്ഫുടമായിട്ട് വായിക്കൂ. الفلاحون الفلاحون الفلاحون. فلاحون في الحقول. ഈ അല്ലെന്ന് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്? ഈ അല്ലെന്ന് ഒരിക്കലും വരില്ല. ഫിൽ في ആ فلاحون في الحقول وأبناؤهم ഫീ വന്നാൽ എന്ത് ചെയ്യണം? രണ്ടാമത്തേന് കെസ് കൊടുക്കണം. ഫീ വന്നാൽ അടുത്തതിന് കെസ് കൊടുക്കണം. ഫിൽ ഹഖൂലി. في الحقول وأبناؤهم في المدرسة. ഫിൽ മദ്രസതി. سوري في المدرسة. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? വെയിറ്റ് അക്ബർ അലി, അക്ബർ അഷ്റഫ് എവിടെ വർക്ക് ചെയ്യുന്നത്? നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ. നമ്മൾ ഈ പാഠം എന്ത് ചെയ്യണം? പുസ്തകം ആദ്യം മുതൽ വായിച്ചു പഠിക്കണം, പല പ്രാവശ്യം വായിച്ചു പഠിക്കണം. പ്രത്യേകിച്ച് അൽ വരുന്നിടത്ത് ഒരു പാഠമുണ്ട്, ഇതിനകത്ത് ഇല്ലാത്ത ഒരു സംഗതിയില്ല. അതായത് ഫ്രം സീറോ ആണ് നമ്മൾ പഠിക്കുന്നത്, ഫ്രം സീറോ. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പി വരുമ്പോൾ അൽ ചേർത്ത് വായിക്കേണ്ടത് വായിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. പി വരുമ്പോൾ കെസ്ർ വരണം. അതേപോലെ പി കഴിഞ്ഞിട്ട് അടുത്ത അൽ വരുമ്പോൾ ഫിൽ എന്നാണ് വായിക്കേണ്ടത്, ദീർഘം പോവും. അതേപോലെ അൽ അലിഫ്ലാമിന്റെ അല്ലും പോവും. വേറെ സഹോദരി എന്താ ചോദിച്ചത്? ഹക്കൂല്, ഹക്കലിൻ ഫീൽഡ്, വയല്. ഹക്കലുൻ വയല്, അതിന്റെ ബഹുവചനമാണ് ഹക്കൂലുൻ. പാടത്തിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു, പുതിയതായിട്ട് ഇപ്പൊ വന്നതാണ്. ഹക്കലുൻ വയല്, ഹക്കൂലുൻ പാടം അല്ലെങ്കിൽ പാടങ്ങൾ, എന്താ പറയാ, നെൽപ്പാടം അല്ലെങ്കിൽ അതുപോലെ ഫീൽഡ്, അതിനാണ് ഹക്കലുൻ ഹക്കൂലുൻ. വയൽ, വയലുകൾ. വഅബ്നാഉഹും ഫിൽ മദ്രസതി. അൽ ഫല്ലാഹൂന കൃഷിക്കാർ, ഫല്ലാഹുൻ കർഷകൻ. അൽ ഫല്ലാഹൂന ഫിൽ ഹഖൂദി കർഷകർ ഫീൽഡിലാണ് അല്ലെങ്കിൽ പാടത്താണ്. വഅബ്നാഉഹും ഫിൽ മദ്രസതി അവരുടെ മക്കൾ സ്കൂളിലാണ്. സ്കൂളിലാണ്. സ്റ്റാബിയ, ഞാൻ മലപ്പുറം ചോദിക്കുന്നത് നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അത് യൂസ് ടു ആണ്. നമ്മൾ മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂളാണ്. ഓക്കെ, അടുത്തത് الجدد. أين الطلاب الجدد؟ بعضهم في الفصل وبعضهم عند അവസാനത്തെ അടയാളം കൊടുക്കൂ സുഹൃത്തെ, അവസാനത്തെ അടയാളം കൊടുക്കൂ. بعضهم في الفصل وبعضهم عند المدير. മാഷാ അല്ലാഹ്. ഫീ വന്നാൽ കസ്ർ കൊടുക്കണം, എന്ത വന്നാൽ കസ്ർ കൊടുക്കണം. ഓക്കെ, ഇതിങ്ങനെ വായിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ വെക്കാൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അടുത്തത് സമാനിയ, അടുത്തയാള് أمامي تجار كبير. تجار أمامي تجار كبار. طيب التاسعة അടുത്തയാള് ഖലീല ബീവി ഉറക്ക വായിക്കേ. കഫത്തിന്റെ ശല്യം ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു ആഫിയത്ത് തരട്ടെ. അക്ഷര അടുത്തയാള് വായിക്കൂ. أين أبناؤك يا علي؟ أين أبناؤك يا علي؟ أين أبناؤك يا علي؟ അടുത്തത് في الدكان. هم في الدكان. هم في الدكان. 11. 11. അടുത്തയാള് വായിക്കുക ഇംതിയാസ്. الطلاب الكبار في الملعب. الطلاب الصغار في الفصل. طيب الطلاب الكبار في الملعب والطلاب الصغار في الفصل.
കേട്ടാ. വലിയ കുട്ടികളൊക്കെ കളിക്കാൻ പോയി. വലിയ കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിലാണ്, ചെറിയ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ്, പാവങ്ങള്. അടുത്ത എസിനാഷർ വായിക്കൂ. ഷസ്ലീന. യഹ്വത്തുൻ, കൃത്യമായിട്ട് പറയൂ. യഹ്വത്തുൻ. അബൂഹും ഇമാമുൻ ഹാദൽ മസ്ജിദി. ഇമാമിനെ ഹാദയിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇമാമു ഹാദൽ മസ്ജിദി. ഇമാമു ഹാദൽ മസ്ജിദി, ഈ മസ്ജിദിന്റെ ഇമാമ്. ഓക്കെ, അപ്പൊ ഇളാഫത്ത് ചെയ്യുമ്പോൾ ഒരു ദമ്മ് പോകും. ഇമാമു ഹാദൽ മസ്ജിദി. സലാസ്താഷർ അടുത്ത ആള്. ഹഉലാഇ റിജാലു ഫലാഹൂന മിൻ ഖറിയത്തി. ഫല്ലാഹൂന. ഹഉലാഇ റിജാലു ഫല്ലാഹൂന മിൻ ഖറിയത്തി. മിൻ ഖറിയത്തി. ഖറിയത്ത് എന്താണ്? ഗ്രാമം. പട്ടണം. ഖറിയത്ത് പട്ടണം. മദീനയുടെ അത് തന്നെ, മദീന സിറ്റി. നമ്മൾ ടൗണും സിറ്റി ഒന്നും അറിയില്ലേ? അതേപോലെ. മൈ വില്ലേജ് എന്നാണോ? അപ്പൊ കറിയത്തുൻ എന്ന് എഴുതുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് തായാൽ എഴുതുക, അതിന്റെ കൂടെ യാ ചേർത്തപ്പോ കറിയത്തി എന്റെ എന്ന് ചേർക്കാൻ വേണ്ടി യാ എഴുതുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യും. അത് നമ്മള് പഠിച്ചിട്ടുണ്ട്, നമ്മളെ ഒരു പാഠമുണ്ട് അതില്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു പുസ്തകവും പഠിക്കുന്ന പോലെയല്ല. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ടാണ് പഠിച്ച കാര്യങ്ങളെ പിന്നീട് വരുള്ളൂ. അതിനാണ് എക്സസൈസിന്റെ ടൈറ്റിൽ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതായിരിക്കും. എക്സസൈസിന്റെ ടൈറ്റിൽ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ എഴുതണം, അതാ പറഞ്ഞ അത് മാത്രം നിങ്ങൾ കേട്ട് പഠിച്ചാൽ ബാക്കിയെല്ലാം എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠവും എക്സസൈസുമാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അടുത്തത് അർബാത്താഷർ. അടുത്ത ആൾ വായിക്കും. ഫല്ലാഹുൻ എന്താർത്ഥം? ഫല്ലാഹൻ കർഷകൻ. ഫല്ലാഹൻ കർഷകൻ. നേരത്തെ ഫല്ലാഹൻ അവർ ഫീൽഡിലാണെന്ന് പറഞ്ഞല്ലോ. ഫല്ലാഹൻ കർഷകൻ, ഫല്ലാഹുന കർഷകർ. അർബാത്താഷർ. അടുത്ത ആള്. അയിന തുല്ലാബുൽ ജുദുദു. വായിക്കൂ. അഖറജു. അഖറജു. അഖറജു അല്ല, അഖറജു. അവര് പുറപ്പെട്ടോ. നാം ഖറജു ഇലൽ മക്തബി വദഹബു. മക്തബല്ല, മക്തബി. ഇലൽ മക്തബത്തി. മക്തബത്ത്. മക്തബത്ത് ലൈബ്രറി അല്ലെങ്കിൽ ബുക്ക് സ്റ്റോൾ. മക്തബ് ഓഫീസ് അല്ലെങ്കിൽ ഡെസ്ക്. മക്തബത്ത് എന്ന് പറഞ്ഞാൽ ബുക്ക് വിൽക്കുന്നതോ അല്ലെങ്കിൽ വായിക്കാൻ കൊടുക്കുന്ന സ്ഥലം. ഒന്നുകിൽ വിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വായിക്കാൻ കൊടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എടുത്ത് വായിക്കാവുന്ന സ്ഥലം. അതാണ് മക്തബത്ത്. മക്തബ് എന്ന് പറഞ്ഞാൽ വെച്ചെഴുതുന്ന സ്ഥലം. ഒന്നുകിൽ എഴുതുന്ന ഓഫീസ് അല്ലെങ്കിൽ പുറത്തേക്ക് എഴുതുന്ന ഡെസ്ക്. ഖാമിസത്താഷർ. 15. അടുത്ത ആൾ വായിക്കൂ. മൈക്ക് ഓൺ ചെയ്യാത്തവരൊക്കെ ഓൺ ചെയ്യേ. അബ്ദുറഹ്മാൻ. ഓക്കെ. അഹഉലാഇൽ അത്ബാഉൽ മുസ്ലിമൂന. അഹഉലാഇൽ അത്ബാഉ. അഹഉലാഇൽ അത്ബാഉ മുസ്ലിമൂന. അഹഉലാഇ തിബ്ബാഉൽ മുസ്ലിമൂന. അല്ലില്ല, മുസ്ലിമൂന അല്ലില്ല. അഹഉലാഇ തിബ്ബാഉ മുസ്ലിമൂന. അവിടെ ആൾ കൊടുത്താൽ അർത്ഥം മാറി. മുസ്ലിമൂന. മുസ്ലിമൂന. അടുത്ത 16. അടുത്ത ആള് 16.
ഒന്നും കൂടി വായിക്കോ. ആ ഹാ ഉല ഇൽ അത്തിബാബു അല്ലേ? അത്തിബാഉ ഹഉലാഇൽ അതിബ്ബാഉ ഹഉലാഇൽ അതിബ്ബാഉ മുസ്ലിമൂന. നേരത്തെ എന്തായിരുന്നു വായിച്ചത്? പറഞ്ഞില്ല. ഹഉലാഇൽ അതിബാഉന് പറഞ്ഞു. അതിബ്ബാഉ. ഈ ഡോക്ടേഴ്സ് ആണോ മുസ്ലിമൂന, മുസ്ലിങ്ങളാണോ? നഅം ഹും മുസ്ലിമൂന. ഓക്കെ, 16 അടുത്ത ആള്. ഹഉലാഇ എന്നാണോ ഉസ്താദെ? ഹഉലാഇ. എന്താ സംശയം? ഹഉലായിക്ക് എപ്പോഴും കസറ. അതാണ് പാഠം വായിച്ചു പഠിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഫയർ ചെയ്ത് വിചാരിച്ച് ചോദിക്കാതിരിക്കണ്ട കേട്ടോ. ചോദിച്ചാലേ ശരി പഠിക്കുള്ളൂ, പക്ഷെ തെറ്റ് വായിച്ചാലേ പഠിക്കുള്ളൂ. പാഠം വായിച്ചു പഠിച്ചാൽ ഹഉലായി ഹഉലായി നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പല പ്രാവശ്യം വായിച്ചതാണ്. താജിറുൻ ഹഉലായി തുജാറുൻ ഹാജുൻ ഹഉലായി ഹുജാജുൻ. എല്ലാത്തിലും എന്തുണ്ട്? ഹഉലായി ഉണ്ട്. അത് എഴുതിയിട്ടതാണ് നമ്മൾ. എല്ലാത്തിനും കസറ. ഹഉലായിക്ക് എപ്പോഴും കസറാണ് കേട്ടോ. അങ്ങനെ കുറെ പദങ്ങളുണ്ട്. കുറെ പദങ്ങൾ അന്ത്യം ഉറച്ചതാണ്. അന്ത്യം ഉറച്ചതാണ്. നമ്മളെപ്പോലെ തന്നെ. നമ്മളെന്താണ്, കുറെ ആൾക്കാർ മാറൂല. എത്ര മാറണമെന്ന് പറഞ്ഞാലും മാറൂല. അങ്ങനെ കുറെ ആൾക്കാർ. അപ്പൊ അതേപോലെ ചില വാക്കുകൾ അന്ത്യം ഉറച്ചതാണ്. ഹഉലായി എപ്പോഴും ഹഉലായി തന്നെയായിരിക്കും. ഹുവ എപ്പോഴും ഹുവ തന്നെയായിരിക്കും. ഹുവ എന്നാൽ ആ വാക്ക് മാറൂല. ഹുവ എന്നുള്ളത് ഹുബി ആവൂല. ഹാദ എന്നുള്ളത് ഹാദ തന്നെ ആയിരിക്കും എപ്പോഴും. ഹാദ എന്നുള്ള ഹാദ സ്ത്രീലിംഗം വരുമ്പോൾ ഹാദി ഹി എപ്പോഴും ഹാദി ഹി തന്നെ ആയിരിക്കും, കസ തന്നെ ആയിരിക്കും. ഹാദി ഹി എന്നുള്ളത് ഹാദി ഹു ആവൂല. ഓക്കെ, അപ്പൊ അതിന് അന്ത്യം ഉറച്ച പദങ്ങൾ എന്ന് പറയും. ലി അബ്നാഉ സിഗാറുൻ ബഅളുഹും ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയത്തി വബഅളുഹും ഫിൽ മദ്രസത്തിൽ മുതവസ്സിതത്തി. നസീറിന്റെ സ്ഥലത്തിന്റെ പേരാണ് കൂടെ ഉള്ളത്. വീട്ടുപേരാണ്. വീട്ടുപേര് എന്താണ്? കൊവ്വായിൽ. കൊവ്വയിൽ. ഓക്കെ. അതെവിടെ സ്ഥലം? എവിടെ? ഞാന് തലശ്ശേരി. എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, ചെറിയ മക്കളുണ്ട്. ബഅളുഹും അവരിൽ ചിലർ ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയത്തി. മദ്രസത്തിന് അല്ലില്ല കേട്ടോ. കാരണം അല്ലിന് ശേഷം ഈ വരുമ്പോൾ അവിടെ ലാമിന്റെ സുക്കൂൻ കളഞ്ഞിട്ട് കെസ്റാണ് കൊടുക്കുക. മദ്രസത്തിൽ ഇബ്തിദായിയത്തി ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയത്തി. നമ്മള് സൂറത്തുൽ ഹുജറാത്തിൽ ഒരു വാക്കുണ്ടല്ലോ, ബിഇസൽ ഇസ്മു എന്നാണ് വായിക്കുക. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു. അവിടെ ബിഇസൽ ഇസ്മു എന്നല്ല വായിക്കുക. അതേപോലെ ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയത്തി. വേറെ ശബ്ദം കേൾക്കുന്നില്ല. ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയത്തി ഫിൽ മദ്രസത്തിൽ മൻ ഇൻദഹു അബ്നാഉൻ സിഗാറുൻ ബഅളുഹും ഫിൽ മദ്രസത്തിൽ യതകല്ലമു. മദ്രസത്തിൽ ഇബ്തിദായിയത്തി വബഅളുഹും ഫിൽ മദ്രസത്തിൽ മുതവസ്സിതത്തി മിഡിൽ സ്കൂൾ. അവരിൽ ചിലർ മദ്രസത്തിൽ ഇബ്തിദായിയത്തി പ്രൈമറി സ്കൂളിലാണ്. വബഅളുഹും ഫിൽ മദ്രസത്തിൽ മുതവസ്സിതത്തി അവരിൽ ചിലർ മിഡിൽ സ്കൂളാണ്. മുതവസ്സിതത്തി മിഡിൽ സ്കൂൾ. അബ്നാഉൻ സിആറുൻ തന്നെയാണ്. രണ്ടിലും നമ്മാണ്. കാരണം എന്തല്ല, ഇവിടെ രണ്ടാമത്തേതിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നില്ല. രണ്ടാമത്തേതിലേക്ക് ഇളാഫത്ത് ചെയ്യണമെങ്കിൽ അത് എന്താകണം? 90%, 90%-ലധികവും അത് അറിയപ്പെടുന്ന നാമമാകണം കേട്ടോ. അപ്പൊ അല്ലുള്ളതോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരോ ഒക്കെ ആണെങ്കിലാണ് അത് മോസ്റ്റ് കോമൺ ആയിട്ടും എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ഇളാഫത്ത് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് വായിക്കുകയാണ്, അപ്പൊ നമുക്ക് അബ്നാഉൻ സിഗാറുൻ എന്ന് മാത്രമേ വായിക്കാൻ പറ്റൂ. അപ്പൊ കുറെ നാളെ നമ്മൾ വായിച്ചിങ്ങനെ വരുമ്പോൾ സിഗാറുൻ എന്നതിനോട് ഇളാഫത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി.
അപ്പൊ ഇലാഫത്ത് ചെയ്യുമ്പോഴേ ആദ്യത്തിന്റെ തൻവീൻ പോവുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ തെന്മീനുള്ളത് ബേസിക്കലി തെന്മീനുണ്ട്. ബേസിക്കലി എല്ലാ നാമത്തിനും തെന്മീനുണ്ട്. തെന്മീൻ ഇല്ലാത്ത നാമങ്ങൾ നമ്മൾ പ്രത്യേകം പഠിപ്പിക്കും. അപ്പോഴത് അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പൊ തെന്മീൻ ഉണ്ടാവില്ല. മുമ്പ് പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ആണ് അഭിനായന്റെ അല്ലേ? അതെ, അബിനാഉൻ എന്നത് ലീ അബിനാഉൻ സഗീറുൻ സിഗാറുൻ അല്ലെ. അബിനാഉൻ എന്നത് എന്താണ്? അത് മക്കൾ, എനിക്ക് ആൺമക്കളുണ്ട്. എങ്ങനെയുള്ള ആൺമക്കളാണ്? സിഗാറുൻ, അതിന്റെ വിശേഷണമാണ് അബിനാഉൻ സിഗാറുൻ. അപ്പൊ അബിനാഇന്റെ അതേ അടയാളമാണ് സിഗാറുനും വരേണ്ടത്. ബാലുഹും എന്തെങ്കിലും സംശയമുള്ള ഇതേപോലെ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. അപ്പോഴേ നമ്മൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ബാലുഹും എന്താണ്? സഗീറിന്റെ ബഹുവചനമാണ് സിഗാറുൻ. കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്നു. അതാ സഗീറുൻ സിഗാറുൻ. ചെറുത് എന്നുള്ള ചെറുതുകൾ, ചെറിയവർ. അപ്പൊ ഈ ഇലാഫത്ത് ചെയ്യാത്ത വേർഡ്സ് വരുമ്പോ നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ബൈ യൂസേജ്, റീഡ് മോർ. കൂടുതൽ വായിക്കുക. വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ വ്യക്തി നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതായത് എബോ 90%, അതായത് മിക്കവാറും വളരെ അപൂർവമായിട്ട് മാത്രമേ അൽ ഇല്ലാത്ത പദത്തിലേക്ക് ഇലാഫത്ത് ചെയ്യുകയുള്ളൂ. ഒന്നുകിൽ അൽ വേണം, അല്ലെങ്കിൽ എന്ത് വേണം? വ്യക്തിയുടെ സ്ഥലത്തിന്റെ പേരായിരിക്കും. നൗണല്ല, പ്രോപ്പർ നൗൺ. വ്യക്തിയുടെ സ്ഥലത്തിന്റെ പേരായിരിക്കും. മീനിങ് നോക്കിയാലും ഇലാഫത്ത് അല്ലാന്ന് അറിയാൻ പറ്റൂലോ. മീനിങ് നോക്കിയാൽ ഇലാഫത്ത് അല്ലെന്ന് അറിയാൻ പറ്റും. പക്ഷെ മീനിങ് ചിലപ്പോ ഇത് ഇലാഫത്ത് അല്ലെന്ന് അറിഞ്ഞാലേ മീനിങ് വരുള്ളൂ. ചിലപ്പം ഈ ഘടന അറിഞ്ഞാലേ മീനിങ് വരുള്ളൂ. ചിലപ്പോൾ മീനിങ് അറിഞ്ഞാലേ ഘടന അറിയാൻ പറ്റൂ. നമുക്ക് പകുതി അറിയാമെങ്കിൽ പകുതി മനസ്സിലാവും. ഓക്കെ. بعضهم في المدرسة الابتدائية وبعضهم في المدرسة المتوسطة. اكتب جمع الكلمات الآتية. جمع വേഗം പറയണം. കബീറുൻ, കിബാറുൻ, മുസ്ലിമുൻ, റജുലുൻ, റിജാലുൻ. റായ്ക്ക് കസ്ർ കൊടുക്കുമ്പോൾ എന്താവും? റാന് കസ്ർ കൊടുക്കും. കസ്ർ കൊടുക്കുമ്പോൾ തർക്കയാണ്. റിജാലുൻ. ഇബ്നുൻ, അവസാനത്തെ അടയാളം കൃത്യമായിട്ട് പറയണം. ലൈഫുൻ, ഫതൻ, ഫിത്തിയത്തുൻ, ഹാജുൻ, ഹുജ്ജാജുൻ, അഖുൻ, ഇഖ്വത്തുൻ, സഗീറുൻ, തവീലുൻ, തിവാലുൻ, ഖനിയുൻ. അവസാനത്തെ അടയാളം ഒരു തമ്മേ ഉള്ളൂ. അഗ്നിയാഉ. അടുത്തത് അപ്പം സമ്പന്നന്മാർ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, പണക്കാർക്കും പാവപ്പെട്ടവർക്കും പൊതുവിലുള്ള ഒരു സംഭവം ഉണ്ട്. അതെന്താണ്? രണ്ടുപേർക്കും ഇല്ലാത്തൊരു സംഭവം ഉണ്ട്. അതെന്താണ്? തൻവീനില്ല. തൻവീനില്ല. അപ്പൊ അഹനിയാനും ഫുഖറാനും എന്തില്ല? അപ്പൊ പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇല്ലാത്തൊരു സംഭവം അബിനാഉൻ. അത് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ആഇൽ അവസാനിക്കുന്ന നാമങ്ങൾക്ക് പൊതുവിൽ ഒരു ലമ്മാണ് ഉണ്ടാവുക. അതേസമയം അതിനെന്ത് ഒരു പാറ്റേൺ ഉണ്ട്. അഗ്നിയ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അഗ്നിയ എന്ന് പറയുന്ന അതേ പാറ്റേണിൽ വരുന്നത് അഗ്നിയാഉ. എന്താണ്? ആദ്യത്തിന് സുക്കൂൻ, പിന്നീട് കസ്ർ വരുന്നുണ്ട്. അഗ്നിയാഉ. അതേപോലെ ഫക്കീറിന് ഒരു പാറ്റേൺ ആണ് ഫുഖറാഉ. ഈ പാറ്റേണിൽ വരുന്നതിനാണ് എന്ത്? ആഇൽ അവസാനിക്കുന്നതിന് ഒരു നമ്മളുള്ളത്. അതേസമയം അഗ്നിയാഇന്റെ പാറ്റേൺ അല്ല. അബ്നാ ഫത്തഹാണ് വരുന്നത്. അഗ്നിയാഇന് സുക്കൂൻ കഴിഞ്ഞിട്ട് പിന്നെ കെസ്റ വരുന്നത്. ഇത് ഓർമ്മിച്ച് വയ്ക്കണം. അങ്ങനെ വരുന്ന എന്ത് ചെയ്യണം? നിങ്ങൾ പ്രത്യേകം കളക്ട് ചെയ്യണം കേട്ടോ.
ഒരു ലമ്മ് വരുന്ന പദങ്ങളെ പ്രത്യേകം കളക്ട് ചെയ്ത് ഒരു നോട്ട്ബുക്കിൽ ഒരു സൈഡിൽ എഴുതി വെക്കണം. നമ്മൾ എക്സസൈസ് എഴുതുന്ന അല്ലാത്ത ഒരു നോട്ട്ബുക്ക് വേണം, നോട്ട് എഴുതുന്ന ബുക്ക്. അതെല്ലാം കൂടെ എഴുതരുത്. എക്സസൈസ് നോട്ട് എഴുതുന്ന നിങ്ങൾ ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെ ഒരു റെഫറൻസ് നമ്മളെ മദീന അറബി പുസ്തകത്തിൽ പഠിച്ചത് ഇതാണ് എന്ന് എഴുതി വെക്കണം. എക്സസൈസ് എഴുതിയിട്ട് പേപ്പർ കളയാം, കുഴപ്പമില്ല. നോട്ടാണ് എഴുതിയിട്ട് സൂക്ഷിച്ച് വെക്കണം. അപ്പൊ ഈ ലമ്മ്, ഒരു ലമ്മ് മാത്രമുള്ള പുസ്തകം ഇതൊക്കെ എന്താണ്, ഇത് നമ്മൾ പഠിക്കുന്നത് ഇത് എന്താണ്, ഖനിജങ്ങൾ പോലെ, പ്രഷർ പോലെ, എന്താ പറയാ, നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന സംഭവമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും നമ്മൾ ഈ പാഠപുസ്തകം ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. ആദ്യം ഒരു പ്രാവശ്യം അടയാളം ഇട്ട് പഠിപ്പിക്കും, പിന്നെ അടയാളങ്ങളില്ല. അൽ കലിമാത്തുൽ ജദീദത്തു ഹഖിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? വയല്. വയല്. അതിന്റെ ബഹുവചനമാണ് ഹഖൂൽ. ഇന്നാസ് അറിയാം. കറിയത്ത് എന്താണ്? പട്ടണം. രാജ്യം അർത്ഥം വരൂല അല്ലേ? കറിയത്ത് രാജ്യമല്ല. കറിയത്ത് മദീനത്തെന്ന് കറിയത്ത് എന്ന് പറയുമ്പോൾ ചെറിയ പട്ടണമാണ്, മദീനത്ത് എന്ന് പറയുമ്പോൾ വലിയ പട്ടണമാണ്. കറിയത്തിന് ഗ്രാമം എന്ന് പറയില്ലേ സാർ? വില്ലേജ്. വില്ലേജ് എന്ന് പറയാം കറിയത്ത്. ഗസ്റ്റ്. ഓക്കെ. ലൈഫുൻ ഗസ്റ്റ് അതിന്റെ ബഹുവചനം ഷെയ്ഖ് പണ്ഡിതൻ. ഷെയ്ഖ് പണ്ഡിതൻ എന്നല്ല എന്റെ അർത്ഥം. ഷെയ്ഖിന് ഗുരു എന്ന് പറയാം, അല്ലെങ്കിൽ വൃദ്ധൻ. വൃദ്ധൻ എന്ന് പറയൂല. വൃദ്ധൻ. ഖുറാനിലുണ്ടല്ലോ അബൂന ഷെയ്ഖുൻ കബീർ. ഞങ്ങളുടെ വാപ്പ ഒരു വൃദ്ധനാണ്, ഒരു വലിയ വൃദ്ധനാണ്. ഷെയ്ഖ് ചേർത്ത് പറയുന്നത് പണ്ഡിതനല്ല, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഗുരു എന്ന അർത്ഥത്തിലാണ്. ഈ പഠിക്കാൻ പറഞ്ഞ ഭാഗത്ത് അത് വന്നിട്ടുണ്ട്. ഖുർആൻ ഓതാൻ പറഞ്ഞ ഭാഗത്ത് മുസ്താനി അത് ഇതിലല്ലേ? ഇതിലല്ല. നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ കയറി സംസാരിക്കല്ലേ? തദബ്ബുറിലാണ് പഠിച്ചത്, വേറെ അല്ല. ഇത് തദബ്ബുറും തുടങ്ങിയില്ലേ, ഇവിടെ ചിന്തിക്കാൻ തുടങ്ങിയില്ലേ, വായിക്കാൻ തുടങ്ങി. മത്താൻ എന്താണ്? റെസ്റ്റോറന്റ്, ഭക്ഷണശാല. കേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം റഷീദ് സാർ പറഞ്ഞു. റഷീദ് സാറിന് എന്ത് കണ്ടില്ലല്ലോ. ഹോട്ടലല്ല മത്താൻ എന്ന് പറഞ്ഞാല്, കേട്ടോ. കിച്ചൺ. കിച്ചൺ. കിച്ചണല്ല, കിച്ചണില് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. മത്താൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഭക്ഷണശാല. താമ് കഴിക്കുന്ന സ്ഥലമാണ് മത്താം. മീമ് ഫത്ത കിട്ടാല് സ്ഥലത്തിന്റെ പേരാണ്. താമില്ല. താമ് കഴിക്കുന്ന സ്ഥലമാണ് മത്താം. തവാഫ് ചെയ്യുന്ന സ്ഥലം മത്താഫ്. പ്ലെയിൻ പറക്കുന്ന സ്ഥലം മത്താറ്. പ്ലെയിൻ പറക്കുന്ന സ്ഥലം മത്താറ്. അപ്പൊ മീമിന് പത്തിട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എന്താണ്? പിന്നെ ദർസ് നടക്കുന്ന സ്ഥലം മദ്രസത്ത്. ദർസ് നടക്കുന്ന സ്ഥലം പാഠശാല. ഓക്കെ. മദ്രസത്തിൽ ഇബ്തിദായിയത്ത് എന്താ പറഞ്ഞത്? പ്രൈമറി സ്കൂൾ. അതെങ്ങനെ വായിക്കാൻ പറഞ്ഞു? അൽ മദ്രസത്തു ലിബ്തിദായിയത്തു. അടുത്ത പാർട്ട് ബിയിലേക്ക് പോവുക. നമ്മൾ വളരെ സാവധാനം പോയിട്ടുണ്ട്. നമുക്ക് 8 മിനിറ്റ് ബാക്കി, 8 മിനിറ്റ് ഒന്നും കളയാൻ പറ്റില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ത്രീലിംഗ ബഹുവചനമാണ്. ഇതിൽ പറയാൻ പോകുന്നത് സ്ത്രീലിംഗ ബഹുവചനം. അതാണ് ഈ ഭാഗത്ത്. നേരത്തെ പുല്ലിംഗ ബഹുവചനമാണ് പറഞ്ഞത്, ഇതില് സ്ത്രീലിംഗ ബഹുവചനമാണ് പറയാൻ പോകുന്നത്. അപ്പം മൻ ഹഉലാഇൽ ഫതയാതു. നേരത്തെ നമ്മള് ഫതാത്തിൻ പറഞ്ഞു. ഫതാത്തിൻ യുവതി. ഫതാത്തിന്റെ ബഹുവചനമാണ് ഫതയാത്ത്. ഫതയാത്തിൻ അൽ വന്നപ്പോൾ അൽ ഫതയാത്തു. മൻ ഹഉലാഇൽ ഫതയാത്തു യാ മറിയമു. ഈ യുവതികൾ ആരൊക്കെയാണ് മറിയമേ? യാ മറിയമു.
ഹുന്ന ജമീലാത്തി. അപ്പോ ഹിയ അവൽ ഹിയ അവൽ ഹുന്ന ആ പെണ്ണുങ്ങൾ. ഹിയ അവൽ ഹുന്ന ആ പെണ്ണുങ്ങൾ. ജമീലാത്തി ജമീലുൻ ക്ലാസ്മേറ്റ്, ജമീലത്തുൻ അതിന്റെ ഫെമിനിൻ, അതിന്റെ ബഹുജനം ജമീലാത്തുൻ, പിന്നെ യാ ചേർത്തു എന്റെ എന്ന് പറയുന്നത്. ജമീലാത്തി ഹുന്ന ജമീലാത്തി അവർ എന്റെ ക്ലാസ്മേറ്റുകളാണ്. അഹവാത്തുൻ ഹുന്ന അഹവാത്തുൻ. അപ്പൊ നേരത്തെ നമ്മള് അഹുൻ പറഞ്ഞു സഹോദരൻ, അഹുൻ പറഞ്ഞു സഹോദരൻ, അതിന്റെ ഫെമിനിൻ ഉഖ്തുൻ, അഹുന്റെ സ്ത്രീലിംഗം ഉഖ്തുൻ, അതിന്റെ ഉഖ്തുന്റെ ബഹുജനമാണ് അഹവാത്തുൻ. ഉഖ്തുൻ അഹവാത്തുൻ പറഞ്ഞു പഠിക്കണം കേട്ടോ. ഉഖ്തുൻ അഹവാത്തുൻ ബഹുജനങ്ങളൊക്കെ എന്ത് ചെയ്യണം, പറഞ്ഞു പഠിക്കണം. ഉഖ്തുൻ അഹവാത്തുൻ. അഹവാത്തുൻ ഹുന്ന ആ പെണ്ണുങ്ങൾ സഹോദരിമാരാണോ? നഅം ഹുന്ന അഹവാത്തുൻ അതെ അവർ സഹോദരിമാരാണ്. മൻ അബൂഹുന്ന മൻ അബൂഹുന്ന അവരുടെ വാപ്പയാരാണ്? നേരത്തെ നമ്മള് ആണുങ്ങളാണെങ്കിൽ മൻ അബൂഹും എന്നാ പറയാ. ആണുങ്ങളാണെങ്കിൽ മൻ അബൂഹും, അബൂഹും അവരുടെ വാപ്പ, അപ്പം ഹും ആണ് പറയാ. പെണ്ണുങ്ങൾ വരുമ്പോ എന്തായി? അബൂഹുന്ന. മൻ അബൂഹുന്ന മൻ അബൂഹുന്ന അവരുടെ വാപ്പ ആരാണ്? അബൂഹുന്ന അശ്ശൈഖ് ബിലാൽ അവരുടെ പിതാവ് അശ്ശൈഖ് ബിലാൽ, ഷേഖ് ബിലാലാണ്. അപ്പൊ നമ്മളെ ഗുരു ബിലാൽ എന്നല്ല പറയാ, ഷേഖ് ബിലാൽ ആണ് അവരുടെ ഉപ്പ. ഉമ്മുഹുന്ന ഉസ്താദത്തി. ഉമ്മുഹുന്ന എന്താ പറഞ്ഞത്? ഉസ്താദത്തി. അപ്പൊ ലേഡി ടീച്ചറിന് എന്താ പറയാ? ഉസ്താദത്ത്. ഉസ്താദത്തുൻ. ഉസ്താദുൻ ഉസ്താദത്തുൻ. ഉസ്താദുൻ ഉസ്താദത്തുൻ. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രൊഫസർ എന്നാണ് മീനിങ്. നമ്മുടെ മലയാളത്തിൽ സർ എന്ന് പറയുമ്പോൾ സർ എന്നതിന് ഒരു അർത്ഥവും ഇല്ല. സർ ഐസക് ന്യൂട്ടൺ, അതേപോലെ സർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറെ സർമാരുണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ നമ്മൾ വലിയ ആളാക്കി പറഞ്ഞപ്പോഴാണ് സർ എന്ന് വിളിക്കുന്നത്. വെള്ളക്കാർ തമ്മിൽ ഒരിക്കലും സർ ഉപയോഗിക്കാറില്ല. നമ്മളെ കൊണ്ട് സർ വിളിപ്പിക്കാത്ത ചില ആൾക്കാരുണ്ട്, വിളിപ്പിക്കുന്നവരും വിളിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് വിളിപ്പിക്കാതെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ സർ വിളിക്കാൻ പാടില്ലെന്നാണ്. എന്നാലും നമ്മൾ കാര്യം നടക്കണമെങ്കിൽ സർ വിളിച്ചാലേ കാര്യം നടക്കും. അപ്പൊ സർ എന്ന് പറഞ്ഞത് കുറച്ച് ഗ്രേഡ് കൂടിയതാണ് യഥാർത്ഥത്തിൽ. പിന്നെ നമ്മൾ താഴോട്ട് ഇറക്കുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് ഉസ്താദുൻ ഉസ്താദത്തിനൊക്കെ പറയുന്നത്. നമ്മൾ യാ ഉസ്താദി എന്ന് ഉസ്താദ് എന്ന് വിളിച്ചിട്ട് പറയും. അതേപോലെ ലേഡി ടീച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഉസ്താദത്തി എന്നാ പറയുക. ഉമ്മുഹുന്ന ഉസ്താദത്തി. അപ്പൊ നമ്മള് ഉസ്താദ് എന്ന് തൻവീനില്ല പറഞ്ഞാൽ, നിർത്തി പറഞ്ഞാൽ ഉസ്താദ്. ലേഡി ടീച്ചറിന് എന്ത് പറയും? ഉസ്താദ. മുഅല്ലിമ, മുഅല്ലിം, മുഅല്ലിമ. ഉസ്താദ്, ഉസ്താദ. ചില ആൾക്കാർ ഉസ്താദി എന്നൊക്കെ പറഞ്ഞു കളയും. ഉസ്താദി, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉസ്താദി എന്നാ പറയുന്നത്. അപ്പൊ എന്താണ് ഉസ്താദത്തി എന്ന് പറയാൻ കാരണം? എന്റെ ഉസ്താദത്താണ്, എന്റെ ടീച്ചറാണ്. അവരുടെ ഉമ്മ എന്റെ ഉസ്താദാണ്, എന്റെ ടീച്ചറാണ്. ഐന ബൈത്തുഹുന്ന ആ പെണ്ണുങ്ങളുടെ വീട് എവിടെയാണ്? ഐന ബൈത്തുഹുന്ന. ബൈത്തുഹുന്ന കരീബുൻ മിനൽ മദ്രസത്തി. ബൈത്തുഹുന്ന കരീബുൻ മിനൽ മദ്രസത്തി. അപ്പൊ എന്താണ്? കരീബുൻ മിനൽ മദ്രസത്തി. അപ്പൊ മീനയ്ക്ക് എന്താണ്? നിന്നും എന്നല്ല, മറിച്ച് എന്താ? കരീബുൻ മിനൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ മദ്രസയോട് അടുത്തതാണ്. കരീബിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് മിൻ. ഏതിനോടടുത്ത്? കരീബുൻ ഇലൽ മദ്രസത്തി എന്നല്ല പറയുക, കരീബുൻ മിനൽ മദ്രസത്തി. മദ്രസയോട്, സ്കൂളിനോട് അടുത്താണ്.
ബൈത്തുഹുന്ന അവരുടെ വീട് സ്കൂളിനോട് അടുത്താണ്. ഇന്താന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തുണ്ട്. എന്താണ് ഇന്താന്ന് വെച്ചാലും എടുക്കുന്നല്ല. ഇന്താന്ന് പറഞ്ഞാൽ പിന്നെ കരീബ് വേണ്ടല്ലോ. ബൈത്തുഹുന്ന ഇന്ദൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ മതി. കരീബ് എന്നുള്ളതും അതാ. കരീബൻ ഇന്ത്യ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇന്ദ പറഞ്ഞാൽ ശരിക്കും അതിന്റെ സമീപത്താണ്. ഇന്ദൽ മദ്രസത്തി എന്നത് മദ്രസയുടെ സമീപത്താണ്. അതേസമയം എന്താണ് ഇവിടെ കമ്പാരിറ്റീവ്ലി ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി അവരുടെ വീട് എന്താണ് കരീബും മിനൽ മദ്രസത്തി മദ്രസയുടെ അടുത്താണ്. അതാണ് വ്യത്യാസം. സ്ത്രീയോട് നീ എവിടെ നിന്നാണെന്ന് എങ്ങനെയാ നമ്മൾ പറയാൻ? അതിന് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു കഴിഞ്ഞ പാഠത്തില് ഏകവചനം കഴിഞ്ഞല്ലോ. ഏകവചനം കഴിഞ്ഞില്ലേ? അല്ല ഏകവചനല്ല, സ്ത്രീനോട് പറഞ്ഞു. സ്ത്രീനോട് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയ ഏകവചനം എന്നാണ്. സ്ത്രീകളാണോ ഉദ്ദേശിച്ചത്? അല്ല, നമ്മൾ സാധാരണ മിൻ ഐന അൻത എന്ന് പറഞ്ഞില്ല, അത് സ്ത്രീയോടാണെങ്കിൽ എന്താന്നായിരിക്കും ചോദിച്ചത്. അതാണോ ചോദിച്ചത് നിങ്ങൾ സുഹൃത്ത്? അതാണ് ഏകവചനം എന്ന് പറഞ്ഞത്. ഏകവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഗ്രൂപ്പായ സ്ത്രീകളോടാണെങ്കിൽ ഗ്രൂപ്പായ എന്ന് പറയേണ്ട കാര്യമില്ല, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മതി. അറബി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളം പിന്നെ മലയാളത്തിന്റെ ഗ്രാമർ ഇംഗ്ലീഷിന്റെ ഗ്രാമറും കൂടെ പഠിക്കും. അഞ്ച് നമ്മൾ പഠിച്ചെന്നാണ് എന്റെ ഓർമ്മ. ബഹുവചനം രണ്ടുപേർക്കും സെയിം ആണെന്ന് പറഞ്ഞിട്ട്. അല്ല, ബഹുവചനം അല്ല, ഏകവചനം പഠിച്ചു നമ്മള്. അത് പഠിച്ചു. ഏകവചനം പഠിച്ചു. ബഹുവചനത്തിന് നു ഓക്കെ, നമുക്ക് വരുമെന്ന് നോക്കാം. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും പഠിച്ചിട്ടുണ്ടോ ഇല്ലേ. അതിനിടയിൽ ഞാൻ കയറി പറഞ്ഞു തന്നാല് അറിയാൻ പറ്റില്ല. അയിന ബൈത്തുഹുന്ന ഖരീബുൻ മിനൽ മദ്രസത്തി. തമാരീൻ എക്സർസൈസ്. ഹബ്ബിൽ മുബ്തദഅ. അപ്പൊ മുബ്തദ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മുബ്തദ മീൻസ് ബിഗിനിങ് പാർട്ട്. ഇപ്പൊ സെന്റൻസിൽ നോമിനൽ സെന്റൻസിൽ രണ്ട് പാർട്ട് ഉണ്ടാവും കേട്ടോ. മുബ്തദ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നോമിനൽ സെന്റൻസും ഉണ്ട്, വെർബൽ സെന്റൻസും ഉണ്ട്. അതായത് വെർബ് ഉള്ള സെന്റൻസ്, വെർബ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് വെർബൽ സെന്റൻസ് ആയിരിക്കും. ഫിഅല് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് വെർബൽ സെന്റൻസ് എന്ന് പറയാം. ഫിഅൽ ഇല്ലാത്ത അല്ലെങ്കിൽ നൗൺ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് നോമിനൽ സെന്റൻസ് എന്ന് പറയും, നാമവാക്യം. അപ്പൊ നോമിനൽ സെന്റൻസ് ആണെങ്കിൽ നാമവാക്യത്തിന് രണ്ട് പാർട്ട് ഉണ്ടാകും. ഫസ്റ്റ് പാർട്ട് ബിഗിനിങ് പാർട്ട് എന്ന് പറയാം. സെക്കൻഡ് പാർട്ട് ഇൻഫോർമേറ്റീവ് പാർട്ട് ഓർ കൺക്ലൂഷൻ പാർട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഇൻട്രോഡക്ടറി പാർട്ട് ആൻഡ് കൺക്ലൂഷൻ പാർട്ട് ഓർ ബിഗിനിങ് പാർട്ട് ആൻഡ് എന്താ പറയാ ഇൻഫോർമേറ്റീവ് പാർട്ട് എന്ന് പറയാം. ഒന്നാമത്തെ പാർട്ടിന് പറയുന്ന പേരാണ് അൽ മുബ്തദഉ. അപ്പൊ ഹവ്വിൽ മുബ്തദഅ ഫിൽ ജുമലിൽ ആതിയ. വരുന്ന സെന്റൻസുകളിൽ ബിഗിനിങ് പാർട്ടിനെ കൺവെർട്ട് ചെയ്യുക ഇലാ ജംഇൻ, ബഹുവചനത്തിലേക്ക്, കമാ ഹുവ മുവദ്ദഹുൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ. ഉദാഹരണം, ഹാദിഹി ബിന്തുൻ. ഹാദിഹി ബിന്തുൻ, ഇതൊരു പെൺകുട്ടിയാണ്. അപ്പോ നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു ഹ ഉലായി ബനാത്തുൻ. ഹ ഉലായി എന്താണ്? ഹ ഉലായി എപ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെയാണ്. ഹ ഉലായി ബനാത്തുൻ. ഓക്കെ. ഹാദിഹി ത്വാലിബത്തുൻ. ഹ ഉലായി താലിബാത്തുൻ. ഹാദിഹി മുദർരിസത്തുൻ. ഹ ഉലായി മുദർരിസാത്തുൻ. ക്ലോസ്ഡ് തായാണെങ്കിൽ ബഹുവചനമാക്കുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അലിഫും കൂടെ കൊടുക്കണം. മാത്തുൻ, മുദർരിസത്തുൻ, മുദർരിസാത്തുൻ. ഹാദിഹി തബീബത്തുൻ.
ഹാദിഹി തബീബാത്തുൻ ഹഉലാഇ طبيبات തബീബാത്തുൻ ഹാദിഹി മുസ്ലിമത്തുൻ هؤلاء مسلمات ഹഉലാഇ മുസ്ലിമാത്തുൻ ഹാദിഹി സൗജത്തുൻ هؤلاء സൗജാത്തുൻ ഹാദിഹി ഉഖ്തുൻ هؤلاء അഖവാത്തുൻ ഹാദിഹി ഫതാത്തുൻ هؤلاء فتيات ഫതയാത്തുൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹാദിഹി ജദീദത്തുൻ هؤلاء ജുദുദുൻ അപ്പൊ ജദീദാത്തല്ല, ജദീദാത്ത് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ജുദുദ് എന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ജുദുദ് എന്ന് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് ഉപയോഗിക്കാം. അതായത് പുല്ലിംഗം സ്ത്രീലിംഗവും ബഹുവചനം ജുദുദ് എന്ന് ഉപയോഗിക്കാം. ഹാദിഹി ഹഉലാഇ ജുദുദുൻ ഹാദിഹി കബീറത്തുൻ ഹഉലാഇ കിബാറുൻ. അപ്പൊ ജുദുദുൻ കിബാറുൻ എന്താണ്? സിഗാറുൻ തിവാലുൻ ഇതെല്ലാം കോമൺ ജെൻഡർ ആണ്. രണ്ടിനും എന്ത് ചെയ്യാം? പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഒരേപോലെ ഉപയോഗിക്കാം. ഹാദിഹി ജദീദത്തുൻ ഹഉലാഇ ജുദുദുൻ ഹാദിഹി കബീറത്തുൻ ഹഉലാഇ കിബാറുൻ ഹാദിഹി സഗീറത്തുൻ ഹഉലാഇ സിഗാറുൻ ഹാദിഹി തവീലത്തുൻ ഹഉലാഇ തിവാലുൻ. ഓക്കെ, അലിപ്പൊന്നുണ്ടല്ല. അതാ നിങ്ങൾ തലപ്പൂർ തുടങ്ങിയോണ്ടാ കുഴപ്പം. അതല്ല ഈ എക്സാം എക്സാമ്പിൾ തന്നതിൽ എക്സാമ്പിൾ തന്നേല് അതല്ല ഇതിന്റെ എക്സാമ്പിൾ അലിപ്പിടണ്ട ശരി. കേട്ടോ, ഹാഉലാഇക്ക് അലിപ്പിടാതെ എന്ത് ചെയ്യണം? നീട്ടണം. അതിനാണ് ഇവിടെ ഈ പുസ്തകത്തിലാണ്. നിങ്ങളെ പുസ്തകത്തിലുള്ളത് എനിക്കറിയില്ല. നമ്മളെ പുസ്തകത്തിലുണ്ട്. നിങ്ങളെ പുസ്തകത്തിൽ ഹാഉലാഇക്ക് എന്താ ഉള്ളത്? വെർട്ടിക്കലായിട്ടുള്ള ഫത്തഹ, ദീർഘമുള്ള ഫത്തഹ. ദീർഘമുള്ള ഫത്തഹല്ലേ നിങ്ങളെ പുസ്തകം ഏത്? ദീർഘമുള്ള പത്ത്, തലകുത്തനെ പത്ത് ഇട്ടിരിക്കുക. പണ്ടുണ്ടായിരുന്നു നീട്ടുപത്ത്. അത് നീട്ടുപത്ത് ഇട്ടിരിക്കുക. അലിഫല്ല കേട്ടോ. നീട്ടുപത്ത് അങ്ങനെ ഇട്ടാ പോരെ. ഇവിടെ ഹാനിട്ടതല്ലേ ഉസ്താദ്? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോർമൽ പത്ത് ഇട്ടാൽ മതി. നമ്മൾ നീട്ട് പത്ത് എന്ന സംഭവം ഇല്ല. നമ്മളെ ഇതില് ഹാനിട്ടിരിക്കുന്നത് അതല്ലേ? അതിനെ കുറിച്ചാ പറയുന്നത്. നോർമൽ പത്ത് ഇട്ടാൽ മതി. നീട്ടി വായിക്കണം കേട്ടോ. നമ്മൾ കുറച്ചാൾ എഴുതുന്നതിന് ഹാവിലായിക്ക് പത്തൊന്നും ഇടൂല. പിന്നെ നീട്ട് പത്തൊന്നും ഇടൂല. നീട്ട് പത്ത് ഇടൂല, കുറിയ പത്ത് ഇടൂല. അപ്പൊ പിന്നെ നമ്മള് അലിഫ് നീട്ട് പത്ത് ഇട്ട് കഴിഞ്ഞാൽ നീട്ട് അത് അലിഫാണോ നീട്ട് പത്താണോ എന്ന് അറിയാൻ വയ്യാതെ വരും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ എക്സർസൈസിൽ ഇടേണ്ടത്. ഏത്? ഈ ഭാഗം ഹാദിഹി ബിന്തുൻ ഹാഉലായി ബനാത്തുൻ ഇതാണ് ഇടേണ്ടത്. ഹാദിഹി താലിബത്തുൻ ഹാഉലായി താലിബാത്തുൻ ഇതാണ് ഇടേണ്ടത്. അവിടെ ഇവിടെ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നതിന്റെ അടുത്തുകൊണ്ട് ഉത്തരം എഴുതിയാ പോരാ കേട്ടോ. ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നതിന്റെ അടുത്തുള്ള ഉത്തരം എഴുതിയാ പോരാ. പിന്നെ എന്ത് ചെയ്യണം? എടുത്ത് എഴുതണം. ചില ആൾക്കാർ ബ്രാക്കറ്റിന്റെ അടുത്തുകൊണ്ട് അങ്ങ് എഴുതിയിരിക്കുക. അത് ശരിയാവില്ല. ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതണം. നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നതിനാ നിങ്ങൾക്ക് ആ വാക്ക് ഉപയോഗിക്കാം എന്നറിയാൻ വേണ്ടിയാണ്. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് വെളിയിൽ എഴുതണം. ഓക്കെ, എന്നാലേ എഴുത്ത് വരുള്ളൂ. എന്നാലേ നമ്മൾ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ആവുള്ളൂ. ഓക്കെ, ഇപ്പൊ പറഞ്ഞതോ നേരത്തെ പറഞ്ഞതോ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഈ തംരീൻ ഈ പേജിൽ മാത്രം എഴുതിയാൽ മതിയോ? 74, 75 എഴുതിയാൽ മതിയോ? അതിന് മുമ്പുള്ളത് വേണ്ടല്ലോ. തംരീൻ റഖം വാഹിദാണ് എഴുതേണ്ടത്. തംരീൻ റഖം വാഹിദാണ് എഴുതേണ്ടത് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ റമദാനിൽ ബ്രേക്ക് വരുമ്പോ ഫുള്ള് പിന്നെ എക്സർസൈസ് എഴുതിപ്പിക്കും.
റമദാനിൽ ക്ലാസ് ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ ഫുൾ എക്സർസൈസ് എഴുതിപ്പിക്കും. ജദീദത്തിന് അർത്ഥം എന്താ സാറേ? ജദീദത്ത് എന്ന് പറഞ്ഞാൽ പുതിയത്. നിങ്ങൾ പുതിയ ആളായതുകൊണ്ടായിരിക്കും. ആൻറ്റി ജദീദത്തുൻ, ആൻറ്റി ജദീദത്തുൻ ഉണ്ടെന്നില്ലേ? നാം നാം ഞാൻ എന്ന് പറഞ്ഞാൽ പുതിയ ആളാണ്. നമ്മൾ ജദീദുൻ മുമ്പേ പഠിച്ചിട്ടുണ്ട് കേട്ടാ. ജദീദുൻ മുമ്പേ പഠിച്ചിട്ടുണ്ട്. അതാണ് അതിനിവിടെ താഴിടുമ്പോൾ ജദീദത്തിനായി. ജദീദിൻ പുതിയത്, ജദീദത്തിൻ പുതിയവൾ, ജദീദിൻ പുതിയവൻ, ജദീദത്തിൻ പുതിയവൾ. ഓക്കെ. ആരൊക്കെ ലേറ്റ് ആയത്? എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? നമുക്ക് രാവിലെ റിമൈൻഡർ അയച്ചു തന്നു, ഉച്ചയ്ക്ക് റിമൈൻഡർ അയച്ചു തന്നു, വൈകുന്നേരം റിമൈൻഡർ അയച്ചു തന്നു. കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കാരണം ഞാൻ ലേറ്റ് ആയത്. ഇപ്പോഴും അപ്പോ നിങ്ങളുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ തന്നെ മ്യൂട്ട് ചെയ്തു. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല, എപ്പോഴും ഉറങ്ങിയിട്ടില്ല. ഞാനപ്പോ അവനെ വെച്ചിട്ട് ക്ലാസ്സിൽ ഓക്കെ ഓക്കെ. വേറെ ഞാൻ 2 മിനിറ്റ് ലേറ്റ് ആയി. അത് ഫോണിലായിരുന്നു. ഫോണിന് ഒരു കോൾ ഉണ്ടായിരുന്നു. കോള് വരുന്നേരത്ത് പറയണം ഞങ്ങൾക്ക് വേറെ വലിയൊരു കോൾ ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രധാന ഘടകമാണ് ലേൺ ടു സേ നോ. നോ എന്ന് പറയാൻ പഠിക്കുക. ഓക്കെ. അടുത്തത് വേറെ ആരാ? വേറെ ആരാ ലേറ്റ് ആയത്? ഇപ്പൊ ലേറ്റ് ആയവരാരുമില്ല. സോറി, ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത്. ഞാനുണ്ട്. ഞാനും 10 മിനിറ്റ് ലേറ്റ് ആയിട്ടോ. ആഹാ. അപ്പൊ ഞാനും ഒരു പാഠം ലേറ്റ് ആക്കി പഠിപ്പിച്ചാൽ മതിയോ? അതുകൊണ്ടല്ല, ഞാൻ വേറൊരു തിരക്കിലായി പോയി, ജോലിയുടെ തിരക്കിലായി പോയതുകൊണ്ടാണ്. അല്ല, ജോലി തിരക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ലത്തീഫ് സാഹിബ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ അൽ ഖബറിലാണ്. അൽ ഖബർ. ആ വിവരം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങള് പിന്നെ ഫൈസൽ സാഹിബിന്റെ, കോട്ടയം ഫൈസൽ സാഹിബിന്റെ റൂമിൽ വന്നപ്പോ അതിന്റെ തൊട്ട് താഴെ ഞാൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? പിന്നെ മദീനത്തിൽ ഉമ്മാൽ. എക്സാക്ട്ലി. അവിടെ ഒരു നൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 1-2 ദിവസം ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ അവിടെ. അതെ 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 അതെ. ഓക്കെ. അപ്പോ ജോലിക്കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യണം? കൃത്യസമയത്ത് എത്തണം കേട്ടോ. 5 മിനിറ്റ് മുമ്പേ ജോയിൻ ചെയ്യാനാണ് നമ്മൾ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. എന്നാലും നമുക്ക് ടൈം ബൗണ്ടറി ആയിട്ട് ക്ലാസ് തീർക്കാനും എല്ലാത്തിനും പറ്റുള്ളൂ. അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മളെ ലൈഫ് സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എല്ലാത്തിനും പങ്ക്ച്വാലിറ്റി ഉണ്ടാവണം. അതിനാണ് ഇസ്ലാമിന് നമസ്കാരവും നമസ്കാരത്തിന് മുമ്പും പിൻപും റവാത്തിബും പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ സംഭവങ്ങൾ എണ്ണം തീർക്കാൻ വേണ്ടിയല്ല. ചില ആൾക്കാർ പറയും 12 വേണം, 14 വേണം എന്നൊക്കെ പറയും സുന്നത്ത് നമസ്കാരം. സംഭവം എന്താണ്? നമ്മള് ജമാഅത്തിന് കൃത്യമായിട്ട് നമസ്കാരത്തിന് കൃത്യമായിട്ട് ഉണ്ടാകണം. അപ്പോൾ കൃത്യമായിട്ട് ഉണ്ടാകണം എന്ത് വേണം? 5 മിനിറ്റ് നേരത്തെ വരണം. അപ്പോൾ നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം. അതാണ്, അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഈ പങ്ക്ച്വാലിറ്റി പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിന്റെ ആരാധനകൾ പലതും. ഇപ്പൊ നോമ്പ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അത്താഴം വൈകി കഴിക്കണം, ഇഫ്താർ നേരത്തെ ആക്കണം, വേഗം കഴിക്കണം. അപ്പൊ എന്താണ്? അത് ഓക്കെ, ഇഫ്താർ സമയമായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. അതിന് പങ്ക്ച്വാലിറ്റി വേണം. അപ്പൊ നേരത്തെ അത്താഴം കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കളെ, അതും പറ്റില്ല. അതിനും പങ്ക്ച്വാലിറ്റി വേണം. മൊത്തത്തിൽ പങ്ക്ച്വാലിറ്റി കൊണ്ട് നമ്മുടെ ലൈഫ് സക്സസ് ആയി മാറും എന്നതാണ്. ആരാധനകളിൽ മാത്രമല്ല, എല്ലാത്തിനും നോക്കിയാൽ മനസ്സിലാകും. അതല്ലെങ്കിൽ നമുക്ക് എന്താവും? നമുക്ക് ലൈഫിൽ മൊത്തത്തിൽ അലവിളമ്പൻ സമീപനമായി പോകും. ഒന്നിനും കൃത്യനിഷ്ഠയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹ് നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും അള്ളാഹ് പുറത്തു തരട്ടെ. പ്രയാസങ്ങൾ അള്ളാഹ് മാറ്റി തരട്ടെ. നമ്മളെ വീഴ്ചകൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ഖുർആന്റെ ഭാഷ പഠിക്കാനും ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാനും അതിനോട് അഭിനിവേശം ഉണ്ടാകാനും അടുത്ത തലമുറയെ അറബി ഭാഷയോട്
താല്പര്യമുള്ളതാക്കി തീർക്കാനും അത് പഠിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഉള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا.